ഇൻവിറ്റേഷനാ അല്ല ഇതില് നമ്മളെ ഫോട്ടോ ഒക്കെ എവിടെ പുതിയ വണ്ടി ഉണ്ടെങ്കിൽ ചന്ദനം അങ്ങോട്ട് കയറി കേക്കോസിലോട്ട് കേട്ടാ ഇവരെല്ലാം വാങ്ങി ഷെയ്ഖിന്റെ സാബൂറിന്റെ ഗരാജ് ഉണ്ട് അവിടെ 50-ന് മുകളിൽ കാറാ അവർക്ക് ഇതുണ്ട് നമ്മൾ നോക്കാം മേഡം നമ്മൾ ഇങ്ങനെ നോക്കാം വണ്ടി നമ്മളെല്ലാ വണ്ടിയിലും നോക്കാം ആരും വണ്ടിക്ക് അതൊന്നും വെച്ചിട്ട് പോകാൻ പാടില്ല അപ്പോ സിറ്റിയിൽ ഏത് പൊട്ടനും മാനേജർ ആവാ എന്നുള്ള ഒരു സംഭവമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതെ നിങ്ങളുടെ വണ്ടി ഒന്ന് എഞ്ചിൻ ഓഫ് ആയിരുന്നായിരുന്നു വേറെ വണ്ടി വന്നാട്ടോ ഈ വണ്ടി നിങ്ങളുടെ ഉണ്ടോ ഇത് കിടില വണ്ടി കിടില വണ്ടി ആ ശേഖേ ഒരു വണ്ടി ഒന്നെന്ന് പറഞ്ഞ ശേഖേ നോക്കാൻ വന്നേ ആ ഓ ചന്ദ്രനെ ഉള്ളല്ലോ നമുക്കൊന്നും ഇല്ല ഉസ്മാനാണ് മാനേജർ എന്നൊക്കെ ഇൻവിറ്റേഷനാ അതിന് കത്തി കേട്ടോ 28 PM ഉസ്മാൻ ഇപ്പൊ അനകാതെ എനിക്ക് മാത്രമാണ് പോയാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഉണ്ട് കിട്ടിയില്ലേ നമ്മളൊരു പേര് അപമാനിക്കാൻ ചെയ്തല്ലോടാ സാർക്ക് പിന്നെ നിങ്ങൾ അപമാനിക്കലല്ല അല്ല ഇതില് നമ്മളെ ഫോട്ടോ ഒക്കെ എവിടെ നമ്മളെ ഫോട്ടോ ഒക്കെ എവിടെ ശരിക്കേ നമ്മളെ സൈഡിലേക്ക് കൊടുക്കാനല്ല നമ്മളെ ടിവിയുടെ അല്ല ടിവിയുടെ ഫാമിലിയുടെ ഫോട്ടോ സൈഡിലേക്ക് വെക്കാറില്ല ഇത് ആ ബുർജ് ഖലീഫയുടെ ആ പൊക്കോ അത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ മുകളിലെങ്കിലും നിർത്താറില്ല നമ്മളെ ഒരു നിഴല് പോലെയെങ്കിലും അതിന്റെ മുകളിലോട്ട് കേറാൻ പറ്റുന്നില്ലല്ലോ ഈ പയ്യാര് നടുക്കിരിക്കുന്ന പയ്യാര് ഈ തൊപ്പിയുടെ മുകളിൽ നിൽക്കുന്ന പയ്യനാര് അതൊരു വലിയ ആള് അത് ശരിക്കാണാ ഈ ഷെയ്ഖ് സിറ്റിയിലെ ഏറ്റവും പണക്കാരനാന്ന് സത്യമാണോ നമ്മളെ ആളല്ലല്ലോടാ നമ്മളെ ഫോട്ടോ വെക്കാൻ നമ്മളെ കൂടെ കൊടുക്കാറുണ്ടാ പൈസ ഉണ്ടാ കുഴപ്പമില്ല ശേഖേ പറ്റീരാണല്ലേ ശരിക്കും പരിപാടികൾ നന്നായിട്ട് നടക്കട്ടെ അല്ല നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ നല്ല രീതിയിൽ നന്നായി വരെ മറക്കരുത് പാമയിലില്ല പാമയില ഓ ചേച്ചി പാമയിലൊന്ന് പാമയിലുണ്ട് എടാ ഈ വണ്ടി പോടാ ഉള്ള പറയലടാ നഷ്ടമാടാ നഷ്ടം ഒരു 20 സിയറിന് ഒരു 20 സിയറിന് തരാവോ 20 സിയറിന് സത്യം പറഞ്ഞ ചന്ദ്രബോസ് ഈ വണ്ടി ഇപ്പൊ ആൾക്കാർ മേടിക്കുന്നത് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് മനസ്സിലായോ 80 കോടിക്ക് 80 കോടിക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ വില ഇരട്ടിക്കാണ് ഇതേ ഡയലോഗ് തന്നെ മറ്റേ കഴിവറ പോലെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് പിന്നെ സർവീസ് ആ വണ്ടി ഉണ്ടല്ലോ ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ടയർ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞിട്ടാണ് വണ്ടി മൂവ് ആവണേ മൂവായി തുടങ്ങി കഴിഞ്ഞാൽ വളവ് വളയ്ക്കുമ്പോഴത്തേക്കും വണ്ടി വളയൂല വണ്ടി നേരെ നിന്ന് അവിടെയും ഡ്രിഫ്റ്റ് എന്താണ് ബ്രോ ഉള്ള കാര്യം പറയല്ല ത്രാക്സും മറ്റേ റിബിലയും എടുത്ത സമയത്തെ കിടില വണ്ടിയായിരുന്നു അതായത് അത് ആ പൈസകൾ വർത്ത് സാധനമായിരുന്നു പക്ഷെ ഉണ്ടല്ല വണ്ടിക്ക് ഇത്രയും ക്വാളിറ്റി വേണ്ടേ വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി മാറി നമ്മള് അയ്യോ അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഇംപ്ലൈ ചെയ്തൊരു സംഭവമാണ് ഈ വണ്ടിയിൽ ECU TCU അവിടെ തന്നെ എന്തോ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ഗവൺമെന്റ് ഞങ്ങള് നിങ്ങളെ വിശ്വസിച്ചല്ലേ വണ്ടി മേടിക്കണേ നമുക്ക് അറിയാം സാറേ നമ്മളത് ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു സ്കൂട്ടർ എടുക്കാം അതായത് ഈ സ്കൂട്ടർ എത്ര രൂപ ചന്ദ്രു കാർ എടുക്കുന്ന എടുത്തു 250 കോടിയേ ഉള്ളൂ 250 കോടിയല്ല അത് 80 കോടി അല്ല അത് ചോദിച്ചു നോക്ക് എത്ര കോടിയാ വണ്ടിക്ക് അത് 80 കോടിയാണല്ലോ
80 ആ എന്താ പക്ഷേ 80 കോടി അല്ല ശരി നീ അങ്ങ് എന്നെ അളക്കല്ല അങ്ങ് കേട്ടാ ആശാന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ എന്നെ ഊമ്പിക്കാൻ തോന്നാ എന്റെ ഇടയിൽ കൂടി ചന്ദ്രബോസിന്റെ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ ആഷിന് മേടിച്ചു കൊടുത്താൽ അല്ല പിന്നെ മറ്റേ ബ്രോ എന്റെ വീടിന്റെ ബാക്കിലെ കാശ് അങ്ങനെ മരമൊന്നുമില്ല ഇടക്കിടക്ക് ആ ഇത് തന്നെ ഇപ്പൊ അത് ആ വണ്ടി നല്ല വണ്ടി ബ്രോ ഞാൻ ബ്രോ ഒരു കാര്യം പറയാം ഒരു 35 കോടിക്ക് തരുമല്ലേ 35 കോടി നീ എങ്ങനെ ഇതാരാ മാനേജർ ആരുടെ മാനേജർ എത്ര രൂപയ്ക്ക് തരും നമുക്ക് വണ്ടി അത് മാക്സിമം വല്ല കുറയ്ക്കാൻ പറ്റുന്നത് വല്ല 77 70 അങ്ങനെയൊക്കെ വല്ല പറ്റത്തുള്ളൂ. ആ നമുക്ക് മിസ്ട്രക്സ് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഈ ആ എമൗണ്ടിന് ഇടയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു 200 കോടിക്ക് സിറ്റിയിൽ 2 വണ്ടിയേ ഉള്ളൂ, എടുക്കണ 200 കോടിക്ക് സിറ്റിയിൽ വണ്ടിയാ? സിറ്റിയിലെ എക്സ്പെൻസീവ് വണ്ടി നിങ്ങളുടെ കയ്യിൽ ഷേഖ ഞാൻ കാര്യം പറ്റേ ഷേഖ് ഇങ്ങോട്ട് ഞാൻ കാര്യം പറ്റ ഷേഖ അതായത് നമ്മളെ സിറ്റിയിൽ ഇല്ലാത്ത വണ്ടിയിലാണ് നിങ്ങളുടെ ഇരിക്കണം. നമ്മൾ ഉള്ള വണ്ടി ഇറക്കി മാസം കാണിക്കണം, അതാണ് നമുക്ക് കുറച്ചുകൂടി ഇത്. കയ്യിലുള്ള കാശ് എറിഞ്ഞത് വാങ്ങിക്ക് ചെയ്യിക്കേ അല്ല അതിലാണ് കാര്യം. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കാശ് കൊടുത്ത് ഇറക്കാൻ പറ്റും. ഇത് അതുപോലെയല്ല, ഇത് സിറ്റിയിലെ വണ്ടി, സിറ്റിയിൽ നമുക്ക് കാശ് മുടക്കല്ലേ ഈ വണ്ടി കിട്ടുന്നുള്ളൂ. അത് 200 കോടിക്ക് ഈ പാട്ട വണ്ടിയാ? ആൾക്കാരൊന്നും ഇടിക്കും കേട്ടാ. എനക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഈ ചന്ദ്ര ഏതാ നല്ല തരിപ്പേറ്റല്ല, ഞാൻ അങ്ങനെ മനസ്സിലായ വണ്ടിയുടെ ചേസില് ജെയിംസ് ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്, ചക്കിട്ടൊക്കെ ഉണ്ട് പുള്ളി. സാധനം ഉണ്ട് ചന്ദ്ര, നീ ഞാൻ കാണിച്ചു തരാൻ പാടുന്നുണ്ടെങ്കിൽ. അതല്ല വേറൊരു സാധനം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറത വെക്കും കേട്ടാ, ഒന്ന് കൂടെക്കളെ പറത നോക്കി പങ്കായി കാണിച്ചിട്ടുള്ള പരിപാടി. അല്ല സംഭവം പുതിയതായിട്ട് ഷേക്ക് കട തുടങ്ങുന്നുണ്ട്, അതിന് സർബത്തടിക്ക് ആള് വേണം. ശേഖ ഞാൻ എവിടെയില്ല ശേഖ, ഞാൻ പറഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു കാറ് വരാനാണ്, എനിക്ക് ചില കാറുകളെ കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ചന്ദ്രൻ കേറുന്നതിന് അതിനുള്ള വകുപ്പ് ചന്ദ്രൻ ഉണ്ടാവും. ഞാന് ഇങ്ങോട്ട് ഒരു സെക്കൻഡ് കിട്ടുന്നേ, ഞാന് ഒരു മിനിറ്റ് ഒറ്റ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അത് ശരിക്കും ഇപ്പൊ ഒരു സെക്കൻഡേ. എടാ ഗ്യാങ് ഹൗസില് 2 നാരങ്ങ പൂജയ്ക്കുള്ള സാധനങ്ങള്, പുതിയ വണ്ടിയുടെ നീ ചന്ദ്രൻ അങ്ങോട്ട് കയറി പറഞ്ഞ ഗ്യാങ് ഹൗസിലോട്ട് കേട്ടാ. അതിലില്ല ഞാൻ ബ്രിജുവിനെ കൂടെ കൊണ്ടുപോടാ. എടാ വെയിറ്റ്, ഞാൻ ബ്രിജുവിനെ കൂടെ കൊണ്ടുപോവാ. ബ്രിജു ഒരാൾ കൂടി ഇരിക്കുന്ന സ്ഥലമാണ് വണ്ടിയുടെ ബാക്കില്. എടാ SRK അപ്പൊ പറഞ്ഞ പോലെ SRK അപ്പൊ അല്ല ആശേ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമല്ലോ. ഇല്ലല്ല ആശയ്ക്ക് വേറെ പണിയുണ്ട്, ഗ്യാങ് ഹൗസിൽ ചെറിയ കുറച്ച് പരിപാടി ഉണ്ട്. ആശ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടോ, സെറ്റ് ആക്കി നിൽക്കുക. ആരതി ഇല്ലല്ല അവനെ ഗ്യാങ് ഹൗസിൽ വിട്ടറാ, മറ്റേ പരിപാടി ചെയ്യണ്ടേ. അല്ല നമ്മള് എന്തേലും വീട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഷെയ്ക്കിനെ കാലിൽ അടിച്ചോണ്ട് വെക്ക് കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഷെയ്ക്ക് എന്ത് പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ ജീവിക്കണേ സിറ്റിയില്. നിങ്ങളൊക്കെ ആരിലും നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ധൈര്യമാണ് ചന്ദ്ര, നമുക്ക് മനസ്സിലായോ? നമുക്ക് എന്തിനാ പ്രൊട്ടക്ഷൻ? കാശെന്ന് പറഞ്ഞ വാസോണ്ണ പറഞ്ഞ നിങ്ങൾ അടിച്ചോണ്ട് പോവും. നിങ്ങൾ എന്താണ് ഈ പറയണേ? അങ്ങനെ ചെയ്യോ? വാസോണ്ണനെ ഞാൻ ഇന്നും കൂടി സംസാരിച്ചിട്ടുള്ളൂ, വാസോണ്ണ എന്റെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയത്തൊന്നുമില്ല, ആള് കൊണ്ടുപോകത്തേ ഉള്ളൂ. ശരിക്കും ഞാൻ പറയണ ഒരു പോയിന്റ് ആണ്. നിങ്ങളിങ്ങനെ ഈ വെറുതെയിട്ടിരിക്കുന്ന നടക്കല്ല ഇങ്ങനെ. കുറച്ച് എപ്പോഴും ഒരു 3 വണ്ടി മിനിമം, ഒരു 3 വണ്ടി, ഫ്രണ്ടിൽ നിന്ന് ഒരു ഗാർഡ് ബാക്കിൽ നിന്ന് ഒരു ഗാർഡൊക്കെ ആയിട്ട് വേണം പോവാൻ. നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞോണ്ടല്ല, നിങ്ങളെ ബുർജ് ഖലീഫയൊക്കെ ഉണ്ടല്ലോ അവരുടെ പേരിലിരിക്കും.
അതങ്ങനെ കൊടുക്കുവോ? ഈ ഇതിന്റെയൊക്കെ ബിൽപത്രമൊക്കെ നിങ്ങൾ എവിടെ വെച്ചേക്കണേ? ശരിക്ക് ബാങ്ക് ലോക്കറിലായിരിക്കും അല്ലേ? അത് നമ്മൾ റിവീൽ ചെയ്യൂല. ഓ ഇല്ല സ്വന്തം കയ്യിലായിരിക്കും, അതല്ലേ പറന്നിട്ട് കിടക്കുന്നേ. അതെ, പർദ്ദന്റെ ഉള്ളിൽ ഒരു കയറ് കെട്ടിട്ടേ അതിന്റെ ഉള്ളില അരയില് കെട്ടിക്കാണ്. കയറ് തന്നെയാണത്. പാവാട പൊക്കിയാ കാണും, അതുകൊണ്ട് കയറ് മറ്റേ എന്തൊരു പിരിക്കയറുണ്ടല്ലോടാ, എന്താ പറയണേ? കയറ് ഇരിക്കുന്ന ഇതാണ്. എടാ ഒരു എന്തൊരു ഇതുണ്ടല്ലോടാ, അതിന്റെ പേരെന്താന്ന്? ഇടംപിരിക്കയറാ. നിങ്ങളെ അല്ല, ഞമ്മക്ക് ഈ പറഞ്ഞ മാതിരി പ്രൊട്ടക്ഷൻ ഭയങ്കര സീനല്ലേ. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. നിങ്ങൾ നമ്മളെ പ്രൊട്ടക്ഷൻ നോക്കോ? ഇല്ല നമ്മൾ അങ്ങനെ ചെയ്യൂല. നമുക്ക് തന്നെ പ്രൊട്ടക്ഷൻ. നമുക്ക് പ്രൊട്ടക്ഷൻ അല്ല, ഞങ്ങളിപ്പോ ഗ്യാങ് ആണ്, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ പിള്ളേർ, നമുക്ക് നമ്മുടെ ആ സർക്കിൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിങ്ങൾ ഹയർ ചെയ്യണം ആൾക്കാരെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇവന്റിന് പോവാണ്, നമ്മളെ ബ്ലാക്ക് മാഫിയിലെ 2 വണ്ടി പിള്ളേരെ ഞാൻ വിട്ടുതരാം. അവന്മാരെ കിടില്ല, അവന്മാർക്ക് പക്ഷെ അന്നത്തെ കാശ് കൊടുത്തായി 20 CR അവർക്ക് ഒരു പ്രോഗ്രാമിന് ഫുള്ള് നിങ്ങളുടെ കൂടെ വരും, എല്ലാ പരിപാടിക്കും നിൽക്കും, എല്ലാ കാര്യങ്ങളും എല്ലാം ഗണ്ണ് സാധനങ്ങളെല്ലാം ഉണ്ട്, ഫുൾ എക്യുപ്ഡ് ആണ്. എനിക്കറിയാൻ വയ്യാത്ത ഈ മാനേജറായിട്ട് ഇവനെ പെട്ടെന്ന് അപ്പോയിന്റ് ചെയ്ത് എന്താ ഉസ്മാനെ? നമ്മളെ വീട്ടിലുള്ള വഴി ഇതൊക്കെ എന്ത് ചന്ദ്രു സ്വന്തം പമ്പാണോ ആ ഗുരു? നമ്മളെത്ര എടാ നീ കൽസം വേണ ബ്രിജിന്റെ മോനെ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവനെ കയറിയടി മറ്റവനെ. ഹലോ പറവൂട്ടുകാരാ, ഞാൻ ലൈവാ, പറഞ്ഞോ. ബബുവാ അല്ലല്ല അത് ഞാൻ ഇത് ചെയ്യാം. അത് ഞാൻ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ലൈവ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ബ്രിഡ്ജ് വിഷയം ഏതെങ്കിലും വണ്ടി സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ആരാണ് ഇത് ഇപ്പം? ഈ ലീഗൽ അഡ്വൈസറാ. ഓ നിങ്ങളെ പ്രോഗ്രാം ഉണ്ടെങ്കിലേ ലെവിനെ വിളിച്ചാൽ ഓൾറെഡി നമ്മൾ 5-ാം തീയതി പരിപാടി ലഭിക്കും. പിന്നെ അതേപോലെ എസ്കോർപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാ കൊടുത്തത്. അതെന്ത് പരിപാടിയാണ്? നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ പിള്ളേർക്ക് മാത്രമായിട്ട് കൊടുക്കാറുന്നില്ലേ? അല്ല, അത് അവര് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യട്ടെ. കാരണം കണ്ടില്ലല്ലോ. അല്ല ചന്ദ്രു, നമ്മള് ലെവിക്ക് വേറൊരു പ്രോഗ്രാം കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗിവ് അവേ ഉണ്ട്, ഒരു കാർ ഗിവ് അവേ ഉണ്ട്. അത് നമ്മള് BM-നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റിലേഷനിലാണ്, BM-ആയിട്ട് നല്ല റിലേഷനിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അത് BM-നെ നമ്മൾ പ്ലാൻ ചെയ്ത് അത് ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അടുത്തത്. ഇത് എത്തുന്നല്ലോ നമ്മൾ കായപ്പറയ്ക്ക് മൊത്തം എടുത്തല്ലേ? അപ്പൊ അത് കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്നിട്ട്. ഞാൻ ഇവിടെ ഒരു നോക്കട്ടെ, വാട്ടർ തീം പാർക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുന്നുണ്ട്. വാട്ടർ തീം പാർക്ക് നല്ല ഐഡിയ കേട്ടോ. അത് നമുക്ക് വേറെ സിറ്റിയിലോട്ട് പോകേണ്ടി വരും കേട്ടോ. ഉടനെ ഇവരെല്ലാം വാങ്ങി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഷെയ്ക്ക് നോക്കുന്നത്. ഷെയ്ക്കിന് കപ്പിൾസ് ഒന്നും ആവാത്തോണ്ട് ചെറിയൊരു വിഷമമുണ്ട്. റെഡി കയറാൻ പറ്റില്ല, റെഡി കയറാൻ പറ്റില്ല, സ്ലോട്ട് പോയേ. എന്തൊക്കെ പറഞ്ഞാലും ഇത് എവിടെ കൊണ്ടുവന്നു? എന്തിനാ നമ്മളെ? എനിക്കറിയില്ല, അവരുടെ ഓരോരോ താല്പര്യങ്ങളല്ലടാ അതൊക്കെ. അല്ല ചന്ദ്രു, എനിക്ക് കറക്കാറിയത്തില്ല. ചന്ദ്രു ചോദിക്കണ ബാക്കി. അവിടുന്ന് ഒരു അംബാസഡർ കാണിച്ചു തന്നാണ്ട് അത് വാങ്ങാനാ പറഞ്ഞത് എന്റെ അടുത്ത്.
ചന്ദ്ര അതെന്റെ അത് അംബാസഡർ ലാസ്റ്റ് മട്ടനാണ് അതെന്റെ വീടാണ് ഇവിടെ. എന്നെ ഇറക്കിയിരിക്കുന്നത് അത് ഞാൻ ഇറങ്ങിയാ വണ്ടി ഇറങ്ങുന്നുണ്ടോ ഇപ്പൊ ഇറങ്ങിയ ആര് ചന്ദ്ര ഇറങ്ങിയ ആ ഹലോ കുനിഞ്ഞിരിക്കണ അടുത്ത് ചന്ദ്ര പോയാ ചന്ദ്ര ഹലോ ഇതെന്താ എന്താണ് കേക്കാവോ ആ സാറേ എന്താ കത്തിയതാ സാറേ ഓക്കെ അല്ലടാ ഞാൻ ഓക്കെ ഞാൻ ഓക്കെ വേറെ പ്രശ്നമില്ല അല്ല ഇനി കൊറേ അങ്ങോട്ട് പോകണ്ട നടന്നു അല്ല വണ്ടി പോണം ഇവിടെ ഇതില് നടന്നാ എത്തൂല സാർക്ക് ആരോ പ്ലക്ക് ചെയ്യുന്നു ചന്ദ്ര കേറി ആ ചേക്ക് എന്താ 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 കാര്യം എന്താ നമ്മള് എന്തോ പറഞ്ഞായിരുന്നു വീട് വീട് കാണിക്കാനാണെങ്കിൽ അന്ന് വന്നായിരുന്നു സർപ്രൈസ് ആയിരുന്നു അല്ല ആ വീടല്ല വണ്ടി കാണിക്കാൻ വന്നതാ ആ ഓക്കെ ഇതെന്താ ഇവര് എല്ലാവർക്കും കത്തിയതാ ആ കത്തിയല്ല 36 PL വല്ലാ ചന്ദ്രന്റെ റെഡി ആയോ ചെറിയ പ്രശ്നം മറ്റേ ഇവന്റെ ഒക്കെ എടുത്തിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്താ പക്ഷെ ചെലപ്പോ നിങ്ങക്ക് ഞാൻ കുഴപ്പമുള്ള മാതിരി ഇത് കുഴപ്പമുണ്ടല്ലോ അത് എന്തോ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല ചന്ദ്ര സൂര്യത്തൊക്കെ ഇരിക്കണേ ഫ്രണ്ടിലാണേ അടുത്ത് ശേഖ ചവിട്ടി പെട്ടെന്ന് ശേഖ സമയമില്ല ചേക്ക ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ എന്ത് വണ്ടി വണ്ടിയൊക്കെ ഫുൾ ടൈം ഇവിടെ ചന്ദ്ര ചുമ്മാ അല്ല സിറ്റിക്ക് ഇത്ര ലോഡ് ആരെടുത്തിരുന്ന വണ്ടി നമ്മുടെ സർവൻസ് ഉണ്ട് നമ്മുടെ ഗൈസ് ഉണ്ട് ഫുൾ ടൈം ഇറക്കി വെക്കോ വണ്ടി ഇറക്കോ എന്നെ ഒന്ന് ഇറക്കോ എന്നെ ഒന്ന് ഇറക്കിയായിരുന്നേ ചന്ദ്ര ചന്ദ്രു ഇങ്ങ് വാങ്ങുക വണ്ടി കൊണ്ടുപോയ അയ്യോ ഇത്ര വണ്ടി നമ്മുടെ അടുത്ത് ഉണ്ടാവുമ്പോ എന്തിനാ ചന്ദ്ര നമുക്ക് അംബാസഡർ എന്നാ ശരിക്കും എനിക്ക് അതെ ആ BM ഇങ്ങതാ എഴുതി ചന്ദ്ര അത് ചോദിക്കരുത് സാബ്ഗുരുവിന്റെ അതേ ഡയലോഗ് സാബ്ഗുരുവിന്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ഒരു പക്ഷെ ഒരു വർഷമായി എന്റെ വണ്ടിയൊക്കെ എങ്ങനെ പുറത്ത് പോയേ പുള്ളി അത് വലിയ വണ്ടി തരാനുള്ള പരിപാടി ഒന്നും കേട്ടാ എനിക്ക് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ മതിലൊന്ന് പൊളിക്കേണ്ടിരും കേട്ടോ ചിലപ്പോ അകത്തോട്ട് വണ്ടി കയറും എടാ ആശേ എടാ ആക്ച്വലി വലിയ വണ്ടിയാണെടാ മതിലൊക്കെ ഒന്ന് വിസ്തീകരണം ഒന്ന് കൂട്ടാൻ പറ്റുമോ ആശേ ഗേറ്റ് നമ്മള് വണ്ടി കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് വരുവേ കേട്ടാ ഇങ്ങനെ വലിയ ഇഷ്ടം തോടെ തരണടാ എനിക്ക് കൊറേ വണ്ടി ഉണ്ടോ ഇവിടെ ഈ എണ്ണിപ്പറ എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 24 25 26 വണ്ടിയുടെ ഇവിടെ കിടക്കണ മാത്രം 26 വണ്ടി നീക ഞാൻ ഐലൻഡില്ല നിനക്ക് വരാൻ പറ്റൂല മെറ്റടിച്ച് വരാൻ പറ്റൂല നീക എത്ര സ്ഥലത്താ ആ 70 കോടി ആ നീകൻ 70 കോടി ചേക്കലെന്നാ ഓൾറെഡി അവൻ സ്ലോട്ട് ചെയ്ത് പോയി 70 കോടി കൊടുക്കുന്നതാണ് ഒരേ ഒരു വഴി ഇനി ഡേ கிரைண்ட் பண்றான் போதுமா கேட்டோ கிரைண்ட் பண்ணி மணி கொடுக்கணும் அப்படியெல்லாம் இல்ல கேட்டுக்கோ ஏய் கூடோ சில்லோ டேய் அடி உண்டாக்கல ആ റെഡിയാണ് ഇത് എന്ത്
கேங் வண்டியோட கீ இருக்கா? கேங் வண்டி இருக்கு. ഷെയ്ക്കിനടുത്ത് പറയാ ഞാൻ ഈ വണ്ടി എടുത്തെന്ന്. പറഞ്ഞോ വണ്ടി എടുക്കല്ലേ ചത്തോ ഞാനേ വണ്ടി വണ്ടി ആയിരിക്കും. അവരിഷ്ടം നമ്മളായിട്ടൊന്നും പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യും. തരും സാഗുര കൂടായിപ്പടാ. സാഗുര തരാത്തൊന്നുമില്ല വണ്ടി. വലിയ എന്തോ ഒരു കോലാഹലാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞേക്ക് ഇതെവിടെ തോന്നുന്ന വണ്ടി? 50 വണ്ടി ആയിരിക്കും സിറ്റിയില്. പറഞ്ഞോ ചന്ദ്രു മേടിച്ച 2 വണ്ടി ഇതാ കിടക്കുന്നു. ട്രാക്സ് എങ്ങനെയാടാ ഇവരെടുക്കും? കാരണം തീർന്നില്ലേ? ആ ലിസ്റ്റില് എത്രാമതാ കിടക്കുന്നത് നോക്ക്. ഏത് ഏത് ലിസ്റ്റിലടാ? അല്ല ചന്ദ്രു മേടിച്ച ചന്ദ്രന്റെ ഫസ്റ്റ് ലിസ്റ്റ് കിടക്കുന്ന ഇവരുടെ ലാസ്റ്റ് കിടക്കുന്നേ. നീ എവിടെ ഉണ്ട്? പണി പത്രനുണ്ട്. ട്രക്ക് ജോബ്. ഹലോ, വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുമ്പോ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വൈപ്പ് ആവുമല്ലോ. കേട്ടില്ല? വരാൻ കഴിയുന്നില്ല. ഇപ്പൊ കേക്കാവോ? പറ കേക്കേ. ഞാൻ പറയുന്നത് ഇവിടെ ഉള്ള വണ്ടികൾ കണ്ട് വെറുതെ ഇതിപ്പോ ഒന്ന് ചോദിക്കണ്ട. അത് ചന്ദ്രൻ നഷ്ടമായിരിക്കും. ഞാൻ പറയുമ്പോ ഞാൻ വേറെ കുറച്ച് വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരോട് എന്തൊക്കെ പറയുന്നു താഴെ കേക്കാം. ഇവിടെ എന്താ നടത്തുന്ന ഷെയ്ക്ക് ചെയ്ത്? ഇവിടെ എന്തിനാ സംഭവം? ഇവിടെ എന്തോ പരിപാടി തായ്ലൻഡ് ഒക്കെ തുടങ്ങിയിട്ട് നിങ്ങള് നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് താഴ്ന്ന്. എടാ ഇത്രയും വണ്ടി എങ്ങനെയാ ഇറക്കണം? എടാ ഇത്രയും വണ്ടിക്ക് മിനിമം ഒരു മാസം ഇങ്ങനെ 10-20,000 രൂപ മുടക്കണമെന്നാണ് സെർവർ. എടാ നീയേ ഷെയ്ക്കിന്റെ സാബൂറിന്റെ ഗരാജ് ഉണ്ടോ? അവിടെ 50-ന് മുകളിൽ കാറാ അവർക്ക്. പിന്നല്ലാതെ ചന്ദ്രൻ എന്താ വിചാരിച്ചത്? അവര് മിനിമം 10-50,000 മുടക്കണ്ട ഒരു മാസം. ഒരു മാസല്ല 2 മാസം. അപ്പാപ്പ വീട് വെച്ച് അപ്പാപ്പ എറണാകുളത്ത് വീട് വാങ്ങിയെന്ന് കളിച്ച ഷെയ്ക്ക് പീസ് ആയിട്ട് ഫ്രണ്ടിലാണ് താമസിക്കുന്നേ. സാഗുരിനെ കാണാനല്ല, സാഗുര് ജ്വല്ലറി കൊടുത്ത് മലബാർ ഗോൾഡ് കൊടുത്ത്. സാഗുര് മലബാർ ഗോൾഡിന്റെ ആരാണ്? പുള്ളിക്കാരന്റെ ഫാദർ അല്ലേ അതിന്റെ ഓണർ. കളിച്ച കളിയാ. ഹലോ